ഗൈസ്, അപ്പം ഞാനിന്ന് ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്ന ഒരു ഫുൾ ബിഗിനർ ബ്ലൈൻഡ് ബാഗ് മേക്കറിനാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ ബിഗിനറായിട്ട് മീൻസ് ഫസ്റ്റായിട്ട് ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുന്ന ആൾക്കാർക്കാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടിരിക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്ലോലി കാണിച്ചിരുന്ന ഈ സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഒരു അടിപൊളി ബ്ലൈൻഡ് ബാഗ് ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇടുവാണ്. അപ്പം മെറ്റീരിയൽസാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം മെറ്റീരിയൽസ് ഞാൻ കാണിക്കാം നിങ്ങൾക്ക് വേണ്ടി. അപ്പം മെറ്റീരിയൽസ് ഇതാ, ഇവിടെ പെൻസിൽ ആൻഡ് ഇറൈസേഴ്സ് ആവശ്യം, ക്രാഫ്റ്റ് പേപ്പേഴ്സ് ആവശ്യം വരുന്നുണ്ട്. ക്രാഫ്റ്റ് പേപ്പേഴ്സ് ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന പേപ്പർ, അതാണ് ക്രാഫ്റ്റ് പേപ്പർ. പിന്നെ 6 ഷെയ്ഡ്സുള്ള ബ്രഷ് പെൻസ് ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് ക്രയോൺസ് ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് വൈറ്റ് പേപ്പറുണ്ട് ആവശ്യമുണ്ട്. പിന്നെ കാച്ചിൻ്റെ ഇത്രയുള്ള പ്രിൻ്റ് ഔട്ട്സ് ആവശ്യം വരാം. പിന്നെ ടാപ്പ് ആവശ്യമുണ്ട്, സ്ക്വിഷ് ചെയ്യാൻ പറ്റുന്ന സ്ക്വിഷി ആവശ്യമുണ്ട്. പിന്നെ സിസേഴ്സും ആവശ്യമുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ടാപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ടാപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര യൂസ് വരത്തില്ല. കാരണം സ്ക്വിഷിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടാപ്പ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്റ്റാപ്ലറും എടുക്കാവുന്നതാണ് കേട്ടോ. സ്ക്വിഷിനെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗമ്മോ എടുക്കാവുന്നതാണ്. പക്ഷേ സ്റ്റാപ്ലറാണ് ഏറ്റവും നല്ലപോലെ ഇരിക്കുന്നത്. പക്ഷേ എൻ്റെ സ്റ്റാപ്ലർ പിന്നൊക്കെ തീർന്നുകൊണ്ടാണ് ഞാൻ സ്ക്വിഷി എടുത്തിരിക്കുന്നത്. സ്റ്റാപ്ലർ പിന്നെ ഉണ്ട്, പക്ഷേ എനിക്ക് അത് അത്ര ഇതില്ല. കാരണം എനിക്ക് സെല്ലോ ടാപ്പ് യൂസ് ചെയ്യുന്നതാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ക്രാഫ്റ്റ് തുടങ്ങാം അല്ലേ. നമ്മൾ ഫസ്റ്റ് ബ്ലൈൻഡ് ബാഗിൻ്റെ കോട്ടിങ് ചെയ്യാം. ഇവിടെ 2 സെല്ലോ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഡ്രോയിങ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വരച്ച് കൊടുക്കണം. അത് ബാഗ് പോലെ ആക്കണമെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ അകത്തോട്ട് വേണം. ബാക്കി എല്ലാ ഭാഗം നല്ലപോലെ ക്ലോസ് ചെയ്ത് വയ്ക്കണം സെല്ലോ ടാപ്പ് വെച്ച്. എന്നിട്ട് സിസേഴ്സ് യൂസ് ചെയ്യാം. ബാക്കിയുള്ള സിസേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ആവശ്യമുള്ള ഡ്രോയിങ് വരച്ചിട്ടാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡ്രോയിങ് വരയ്ക്കാം. ഓക്കെ, അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുറോമിൻ്റെ ഉള്ള ബാഗാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ബ്ലൈൻഡ് ബാഗാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഹെഡിങ് കുറോമിന്ന് എഴുതണം. പിന്നെ താഴെ ബ്ലൈൻഡ് ബാഗാണ് എഴുതിയിട്ട് അതിൻ്റെ പടവും വരയ്ക്കണം. കണ്ടില്ല, ഇങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കുറോമിൻ്റെ ബ്ലൈൻഡ് ബാഗിൻ്റെ വേറെ തിങ്സ് മീൻസ് എൻ്റെ ബാക്ക് സൈഡിൽ ആയിട്ട് നമ്മളാണെങ്കിൽ ഇവിടെ കോമൺ റെയർ എപ്പിക് ലെജൻഡറി എന്ന് എഴുതണം. അതൊരു സർക്കിൾ വരയ്ക്കണം. പിന്നെ കോമൺ റെയർ എപ്പിക് ലെജൻഡറി എന്ന് എഴുതണം. അത് നമുക്കിപ്പോൾ എഴുതാം. ഓക്കെ, ശരി, നമുക്കിത്. അപ്പോൾ ഇവിടെ കോമൺ റെയർ എപ്പിക് ലെജൻഡറി എന്നാണ്. മീൻസ് നിങ്ങൾക്ക് കോമൺ റെയർ എപ്പിക് ലെജൻഡറി എന്ന് എഴുതാം, അല്ലെങ്കിൽ കോമൺ എപ്പിക് റെയർ ലെജൻഡറി എന്ന് എഴുതാം. എനിക്ക് ഏതാ ശരിയെന്ന് അറിയത്തില്ല, അതുകൊണ്ട്. ഓക്കെ, ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. കോമൺ റെയർ എപ്പിക് ലെജൻഡറി അങ്ങനെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കോമൺ റെയർ എപ്പിക് ലെജൻഡറിയും ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ കളർ ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ബ്രഷ് പെൻസ് ആണ്. അപ്പോൾ നമുക്ക് ബ്രഷ് പെൻ കളർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺ റെയർ എപ്പിക് ലെജൻഡറി അതിന് കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം, ഇതിന് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ കൊടുക്കുന്ന കളറ് റെഡാണ്. ഒരു ഓറഞ്ച് കളറാണ് നമ്മൾ ലെജൻഡറിന് കൊടുക്കുന്നത്. തൽക്കാലത്തേക്ക് നമുക്ക് ഇങ്ങനെ ഇത് കളർ കൊടുത്താൽ മതി. ഓക്കെ, കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കോമൺ റെയർ എപ്പിക് ലെജൻഡറി, ഇവിടെ കോമൺ, ഇവിടെ റെയർ, ഇവിടെ എപ്പിക്, ഇവിടെ ലെജൻഡറി, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ കുറൂമിൻ്റെ കളർ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. പക്ഷെ ലാസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ഒന്ന് ചെയ്താൽ അത് എല്ലാം കുളമായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഒന്ന് ചെയ്താൽ മറ്റേ നമ്മൾ അകത്തൊക്കെ സാധനം വെക്കുമ്പോഴും അതൊക്കെ ചെയ്യുമ്പോഴും ഭയങ്കര പാടായിരിക്കും. അത് കളർ അത്ര മേ ബി അത് കീറി പോകാൻ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് ബ്രഷ് പെൻ വെച്ച് കളർ ചെയ്യാം. ബ്രഷ് പെൻ വെച്ച് കളർ ചെയ്യേണ്ട, കാരണം ഇത് കയറി പോകും. അതാണ് ഞാൻ പറഞ്ഞത്, കുറേ ഇങ്ങനെ കളർ ചെയ്യുമ്പോൾ കയറി പോകും. അപ്പോൾ നമുക്ക് ക്രയോൺസ് വെച്ച് കളർ ചെയ്യാം. നമ്മളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്വിഷ് ഉണ്ടാക്കാൻ പോകാം. അപ്പോൾ സ്ക്വിഷ് ഉണ്ടാക്കാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സ്ക്വിഷ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പേപ്പേഴ്സ് ആവശ്യമുണ്ട്. ഞാൻ പേപ്പേഴ്സ് എടുക്കാം.
അപ്പോൾ ഇതാണ്, ഇങ്ങനത്തെ ഒരു പേപ്പറാണ് നമുക്ക് ആവശ്യം. ഇങ്ങനത്തെ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മളത് ഫോൾഡ് ചെയ്യണം. ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം അതിങ്ങനെ ഗം വെച്ച് സ്റ്റിക്ക് ചെയ്യണം. സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മളാണെങ്കിൽ ഇതിനകത്തേക്ക് സ്ക്വിഷ് ഇടണം. ഇതിനകത്തേക്ക് സ്ക്വിഷ് ഇട്ടിട്ട് കുറോണിൻ്റെ പടം വരച്ചിട്ട് ഇതിനകത്തേക്ക് സ്ക്വിഷ് ഇടണം. അപ്പോൾ അത് നല്ലപോലെ ശരിയാവും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കുറുമീൻ്റെ സ്ക്വിഷ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര നല്ല ക്യൂട്ടായിട്ടാണ് ഇരിക്കുന്നതെന്ന് അറിയാം. കുറുമി സ്ക്വിഷ് ഇങ്ങനെ സ്ക്വിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുറുമീൻ്റെ സ്ക്വിഷ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി നമുക്ക് ഉണ്ടാക്കേണ്ട എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് യു ഗോട്ട് ലെജൻഡറി, അതുകൊണ്ടാണ് ഇങ്ങനെ ബാക്കിൽ കോമൺ ലെജൻഡറി എന്ന് എഴുതിയിരിക്കുന്നത്. യു ഗോട്ട് ഏതാണ് യു ഗോട്ട്, വിച്ച് നമ്പർ ഡിഡ് യു ഗോട്ട്, അതാണ്. അപ്പോൾ നമുക്കൊരു പേപ്പർ എടുത്തിട്ട് ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് വരുന്നില്ല കേട്ടോ. ഓക്കെ, കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം യു ഗോട്ട് എന്ന് എഴുതണം. യു ഗോട്ട്. അപ്പോൾ ഇതിൽ ഒരെണ്ണം ചൂസ് ചെയ്യണം, കോമൺ റെയർ എപ്പിക് ലെജൻഡറി. നിങ്ങളതിനകത്ത് എന്ത് അടിപൊളി സാധനമാണ് ഇട്ടത് അതിനെ കുറിച്ചാണ് ഇത് ചെയ്യുന്നത്. കോമൺ റെയർ എപ്പിക് ആൻഡ് ലെജൻഡറി. അപ്പോൾ ഇവിടെ കോമൺ റെയർ ഉണ്ട്, റെയർ ഉണ്ട്, എപ്പിക്കും ഉണ്ട്, ലെജൻഡറി ഉണ്ട്. ഇപ്പം നിങ്ങൾ കുറച്ച് ചെറിയ സ്ക്വിഷിയും കൊള്ളാത്ത അത്ര നല്ല അല്ലാത്ത സ്ക്വിഷിയാണെങ്കിൽ ഈ ബാഗിനകത്ത് ഇടുന്നത് നിങ്ങളിതിൽ കോമൺ നമ്പറാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ സ്ക്വിഷിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലെജൻഡറി ചൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് യു ഗോട്ട് ലെജൻഡറി ചൂസ് ചെയ്യുന്നതാണ് കുറച്ച് നല്ലത്, കാരണം എല്ലാ ആൾക്കാരും ലെജൻഡറിയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് യു ഗോട്ട് ലെജൻഡറി എന്ന് എഴുതാം. ഓക്കെ, യു ഗോട്ട് ലെജൻഡറി. അപ്പോൾ നമുക്കിനി ഇത് കുറച്ചും കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബ്രഷ് പെൻസിൽ യൂസ് ചെയ്യണം. ബ്ലാക്കാണ് കോമൺ കളറിൽ, നമുക്ക് ബ്ലാക്ക് അടിച്ച് കൊടുക്കാം. യു ഗോട്ട്. ഓക്കെ, ഞാൻ പറയാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ഇടുമ്പോഴൊക്കെ ഇംഗ്ലീഷിലല്ലേ സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ മലയാളത്തിലാണ് സംസാരിക്കുന്നത്, കാരണം ഞാൻ മലയാളിയാണ്. ഇംഗ്ലീഷിൽ കുറേ ഞാൻ സംസാരിക്കുമ്പോൾ ബോറടിക്കും. ഇതിൽ ആർക്കൊക്കെ നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, വീഡിയോ കണ്ടിട്ടാണ് പോകും. ഓക്കെ, ഇവിടെ ലെജൻഡറി എന്ന് പറയുന്ന നമ്പർ ഇട്ട് യു ഗോട്ട് എന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അതും ഇത് രണ്ടും ആണ്. പക്ഷേ എല്ലാ പ്ലെയിൻ ബാഗിലും ഈ ചെറിയ സ്ക്വിഷിയും ഈ ഒരു യു ഗോട്ട് മാത്രമേ കിടക്കുന്നുള്ളൂ. പക്ഷെ നമ്മുടെ പ്ലെയിൻ ബാഗ് സ്പെഷ്യലാണ്. ഇതിലൊരു സർപ്രൈസ് കിറ്റും കൂടെ ഉണ്ട്. സർപ്രൈസ് കിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളൊരു ബാഗാണ്. അതിനകത്ത് എന്തെങ്കിലും സർപ്രൈസ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബാഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ആദ്യം നോക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ഇങ്ങനെയൊക്കെ ഭാഗങ്ങളൊക്കെ പൊങ്ങി വരുന്ന സാധനങ്ങളൊക്കെ കട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ടാപ്പ് എടുക്കാം. ടാപ്പ് എടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. വിത്ത് ടാപ്പ് എടുത്തതിന് ശേഷം നല്ല ടാപ്പാണെങ്കിൽ അതിൻ്റെ സൈഡ്സിൽ ഒട്ടിച്ചു കൊടുക്കണം. കുറച്ചിങ്ങനെ കട്ട് ചെയ്തിട്ട് ടാപ്പിൻ്റെ കൂടെ മുടിയും കൂടെ കട്ട് ചെയ്തു. ഓക്കെ, നമുക്ക് ഇതിങ്ങനെ എടുക്കാം. എന്നിട്ട് ഓക്കെ, ടാപ്പ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സൂക്ഷിച്ച് ചെയ്യണം, കാരണം ഹെയറും കൂടെ അതിൻ്റെ കൂടെ കട്ടായി വരും. എൻ്റെ ഹെയറും കൂടെ കട്ടായി നിൽക്കണം, കാരണം വലിയ ടാപ്പില്ല അതുകൊണ്ട്. പിന്നെ നമ്മൾ ആ വലിയ ടാപ്പ് എടുത്തിട്ട് ടു സൈഡ്സായിട്ട് മുറിക്കേണ്ടതാണ്. അപ്പോഴും കുറച്ചിങ്ങനെ ഞാൻ കാണിച്ചു തരാം. ടു സൈഡായിട്ട് മുറിക്കുമ്പോൾ അത് കുറച്ചും കൂടെ നല്ല ഇരിക്കും. അപ്പോൾ നമുക്കത് ടു സൈഡായിട്ട് മുറിക്കാം. അപ്പോൾ ഇങ്ങനെയാണത് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്തിട്ട് അതിനകത്ത് ഇങ്ങനെ കുറച്ച് സ്പേസ് സ്മോൾ പ്ലെയിൻ ടൈപ്പാണ് ഇവിടേക്ക് സെലോടെ പൊട്ടിച്ച് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള റെയർ സാധനങ്ങളെല്ലാം മീൻസ് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അവർക്ക് കൊടുക്കാൻ വേണ്ടി ഗിഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ
പേപ്പർ മെയ്ഡ് അല്ലാത്ത എന്തെങ്കിലും ഒരു സാധനം അതിനകത്തേക്ക് ഇടണം. നമുക്ക് പേപ്പർ മെയ്ഡ് അല്ലാത്ത ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ആ സാധനമാണ് ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് പേപ്പർ മെയ്ഡ് അല്ലാത്തൊരു സാധനമാണ്. ഇപ്പോൾ ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയൊരു ഇതിലേക്ക് ഇടാം. ഞാനിപ്പോൾ ഇതാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എനിക്കതൊക്കെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുന്നത് നോക്കാം. ശരി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുന്നത് നോക്കാം. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ കാവ സ്റ്റിക്കേഴ്സാണ് അതിനകത്തേക്ക് ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാവ സ്റ്റിക്കേഴ്സ് അതിനകത്തേക്ക് ഇടാം. ഓക്കെ. ഹലോ ഗൈസ്, എൻ്റെ സ്റ്റിക്കർ കളക്ഷനിൽ കാവ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കാവ സ്റ്റിക്കേഴ്സ് ഞാൻ തരാൻ പോണ അതിനകത്ത് ഇടാൻ പോണ കാവ സ്റ്റിക്കേഴ്സ് ഇതാണ്. താഴെ കുറേ കാവ സ്റ്റിക്കേഴ്സ് ഉണ്ട്, ഇവിടെ കുറേ കാവ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി പിന്നെ ഒരു അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കണം. ഓക്കെ, ശരി. ഇനി ഞാൻ അടുത്ത പാട്ടെടുക്കാം. ഇതേപോലെ ചെയ്താൽ അപ്പോൾ അത് തീരും. എന്നിട്ട് ഇതെല്ലാം കൂടെ പ്ലെയിൻ ബാഗിനകത്തിടണം. പിന്നെ കുറമേൻ്റെ പടം കളർ ചെയ്യണം. ഗൈസ്, അറ്റ് ലാസ്റ്റ്ലി നമ്മുടെ പ്ലെയിൻ ബാഗ് തീർന്നിരിക്കുന്നു ഫൈനലി. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലെയിൻ ബാഗ്, കോമൺ റൈഡ് പ്ലസ്. അപ്പോൾ ഈ ഒരു പ്ലെയിൻ ബാഗിൻ്റെ അൺബോക്സിങ് വീഡിയോ നമ്മൾ പിന്നെ ഇടും. കാരണം ഫസ്റ്റ് എനിക്ക് കുറേ കളക്ഷൻ വേണം പ്ലെയിൻ ബാഗിൻ്റെ. കാരണം എനിക്ക് ഒത്തിരി പണികളുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എല്ലാം പതുക്കെ ചെയ്ത് തീർക്കണം. പിന്നെ എനിക്ക് റിയൽ പ്ലെയിൻ ബാഗിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.